നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമുണ്ട്. തിരുമേനി, എത്ര സമ്പാദിച്ചാലും കയ്യിൽ 1 രൂപ പോലും നിൽക്കുന്നില്ല. ഈ മാസം ഒരു 10 രൂപ അധികം കിട്ടി, കൊണ്ടുവന്ന ഒന്ന് സമ്പാദ്യമായിട്ടിടാം, ഒന്ന് മാറ്റിയിടാമെന്ന് കരുതിയ എവിടുന്നാണെന്നറിയില്ല ചെലവുകൾ വരുന്നത്. പെട്ടെന്ന് പൊടുന്നനെ പൊട്ടിമുളയ്ക്കുന്ന ചെലവുകൾ വന്ന് ആ പൈസ അങ്ങ് തീർന്നു പോകുന്നു. കൈ വരുന്ന പൈസയെല്ലാം വെള്ളം പോലെ ഊർന്നു പോകുന്നു. 1 രൂപ കയ്യിൽ നിൽക്കുന്നില്ല. ഭാവിയെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഭയം തോന്നുകയാണ്. ഞങ്ങൾക്ക് വരുമാനമുണ്ട്, പക്ഷേ സമ്പാദ്യമില്ല. എന്താണ് ഇതിനൊരു പോംവഴി? എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണം. ഇത്തരത്തിലുള്ള അനാവശ്യ ചെലവുകളും അധിക ചെലവുകളും വരുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കി ജീവിതം ഒന്ന് ഭദ്രമാകാൻ സഹായിക്കണം. ഒത്തിരി പേര് പറയുന്ന കാര്യമാണ്. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന പലരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു പ്രശ്നം കൂടിയാണ് ഞാൻ ഈ പറഞ്ഞത് എന്ന് പറയുന്നത്. നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം, അതിനുള്ള പ്രതിവിധി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു അധ്യായം ഉപയോഗിക്കുന്നത്. ഞാൻ ഇന്നത്തെ അധ്യായത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നത് ശീലമാക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു നിൽക്കും. നിങ്ങളെ തേടി സമ്പത്തും ധനവും എത്തും. നിങ്ങളുടെ കയ്യിൽ പണം നിൽക്കും. അനാവശ്യമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഒഴിഞ്ഞു നിൽക്കും. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് വളർച്ചയുണ്ടാകും, സമ്പാദ്യമുണ്ടാകും, സാമ്പത്തിക ഭദ്രത കൈവരുന്നതായിരിക്കും. ഹൈന്ദവ വിശ്വാസങ്ങൾ പ്രകാരമുള്ള വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. വിശ്വാസികൾക്ക് തീർച്ചയായിട്ടും, ആരൊക്കെ ഇത് വിശ്വസിക്കുന്നുണ്ടോ അവർക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്യാം. മാറ്റമുണ്ടാകും. ഞാൻ പറഞ്ഞു കൊടുത്ത ഒത്തിരി പേർക്ക് ഇത് മാറ്റമുണ്ടാക്കിയ ഒരു വലിയ സത്യമാണ് എന്നുള്ളതാണ്. 3 കാര്യങ്ങളുണ്ട്. ഇതിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. നമ്മളെല്ലാവരും വീട്ടിൽ മുടങ്ങാതെ നിലവിളക്ക് കൊളുത്തുന്നവരാണ്, ശരിയാണല്ലേ? വീട്ടിൽ സന്ധ്യയ്ക്ക് നമ്മൾ നിലവിളക്ക് കൊളുത്തി നമ്മൾ ഭഗവാനെയും ഭഗവതിയും ഒക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പം ഈ വിളക്ക് കൊളുത്തുന്ന സമയത്ത് എല്ലാ വ്യാഴാഴ്ച ദിവസവും നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഒന്നാമത്തെ കാര്യമാണ്. വ്യാഴാഴ്ച ദിവസങ്ങൾ നിങ്ങൾ മനസ്സിൽ ഓർത്തു വെച്ചിട്ട്, അല്ലെങ്കിൽ എല്ലാ വ്യാഴാഴ്ച ദിവസവും കൃത്യമായിട്ട് വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് ആ നിലവിളക്കിനൊഴിക്കുന്ന എണ്ണയുടെ കൂടെ, നിലവിളക്കിന് എണ്ണ ഒഴിക്കുമല്ലോ, ആ നിലവിളക്കിനൊഴിക്കുന്ന എണ്ണയുടെ കൂടെ പച്ചക്കർപ്പൂരം പൊടിച്ച് ചേർത്ത് അതിൻ്റെ സുഗന്ധത്തോടുകൂടി നിലവിളക്ക് കത്തിക്കുക എന്നുള്ളതാണ്. ചെയ്യേണ്ട ഇത്ര മാത്രം. നിങ്ങൾക്ക് അങ്ങാടിക്കടകളിലൊക്കെ പോയി പറയാമെങ്കിൽ പച്ചക്കർപ്പൂരം വാങ്ങിക്കാൻ കിട്ടും. വളരെ തുച്ഛമായ പൈസയാവുള്ളൂ. പച്ചക്കർപ്പൂരം ഒരു പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഒരു കുപ്പിയിലിട്ട് വീട്ടിൽ സൂക്ഷിക്കുക. സൂക്ഷിച്ചിട്ട് അത് പൊടിച്ച് വയ്ക്കുക. അത് മിക്സിയിലോ മറ്റോ ഇട്ട് അത് പൊടിച്ച് വൃത്തിയാക്കി, അല്ലെങ്കിൽ ഇടിച്ചോ മറ്റോ പൊടിച്ച് സൂക്ഷിക്കുക. ആ പൊടിച്ച് സൂക്ഷിക്കുന്ന പച്ചക്കർപ്പൂരം എല്ലാ വ്യാഴാഴ്ചയും വീട്ടിൽ സന്ധ്യയ്ക്ക് നിലവിളക്കിൽ എണ്ണയൊഴിച്ച് തിരിയിട്ട് കത്തിക്കുന്നതിന് മുമ്പായിട്ട് ആ നിലവിളക്കിൻ്റെ എണ്ണയിൽ പച്ചക്കർപ്പൂരം പൊടിച്ചത് ഒന്ന് വെതറിക്കൊടുക്കുക. അല്പം സുഗന്ധമൊക്കെ കാണും. അതിങ്ങനെ വെതറിക്കൊടുക്കുക. വെതറിക്കൊടുത്തതിന് ശേഷം അതിനുശേഷം മാത്രം മറ്റും വിളക്ക് ഒരുക്കി അതിന് തിരി തെളിയിക്കുക. അപ്പോൾ ആ നിലവിളക്ക് എരിയുന്ന സമയത്ത് ഉടനീളം അതിൻ്റെ ഒരു സുഗന്ധം കൂടി ആ വീട്ടിൽ പരക്കുന്നതായിരിക്കും. ഇത് ചെയ്യുക എന്ന് പറയുന്നത് സാക്ഷാൽ മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണു ഭഗവാന്റെയും സാന്നിധ്യം, അനുഗ്രഹം നമുക്ക് നിത്യം വന്നു ചേരാൻ വേണ്ടിയിട്ടാണ്. അതുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് സകല മൂദേവിയും സകല ദാരിദ്ര്യവും പടിയിറങ്ങുകയും ജീവിതത്തിൽ ഉയർച്ച സ്ഥായിയായി നിലനിൽക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വ്യാഴാഴ്ചയും മറക്കരുത്, പച്ചക്കർപ്പൂരം വാങ്ങി വെച്ച് പൊടിച്ചിട്ട് വേണം നിലവിളക്കിന് തിരി കൊളുത്താനെന്ന് പറയുന്നത്. ഇത് പൂജാമുറി ഉള്ളവർക്കോ പൂജാമുറി ഇല്ലാത്തവർക്കോ വീട്ടിൻ്റെ ഉമ്മറത്ത് വിളക്ക് വയ്ക്കുന്നവർക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു വീടായാൽ, ഒരു വീട്ടിലൊരു പൂജാമുറി ഉണ്ടെങ്കിൽ, ഒരു വീട്ടിലൊരു വിളക്ക് വെക്കുന്നിടമുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിർബന്ധമായിട്ടും ഞാൻ ഈ പറയുന്ന 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ സമ്പത്തിനെ, നമ്മളുടെ സാമ്പത്തിക ഉയർച്ചയെ ബാധിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും ഈ 3 കാര്യങ്ങൾ ഇരിക്കുന്ന വീടുകളിൽ നിന്ന് ദാരിദ്ര്യം ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ് നമ്മളുടെ ഹൈന്ദവ വിശ്വാസങ്ങൾ പ്രകാരം വിശ്വസിക്കപ്പെടുന്നത്. ആ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തത് ഒരു ധനലക്ഷ്മി ചിത്രമാണ്. നിങ്ങളുടെ വീട്ടിൽ ധനലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മി ദേവി ധനവർഷം ചൊരിയുന്ന, ഇരുന്നു കൊണ്ട് ധനവർഷം ചൊരിയുന്ന ഒരു ചിത്രമില്ല എന്നുണ്ടെങ്കിൽ, ഇന്ന് ഈ നിമിഷം തന്നെ
നിങ്ങളത് പോയി വാങ്ങുക. അമ്പലത്തിൻ്റെ പൂജാ സ്റ്റാളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഇടങ്ങളിലോ കടകളിലോ എവിടാണെന്ന് വെച്ചാൽ പോയി വാങ്ങിക്കൊണ്ട് വരിക. ധനലക്ഷ്മി ഉണ്ടാകണം നിങ്ങളുടെ വീട്ടിൽ വിളക്ക് കൊളുത്തുന്നിടത്ത്. ഒന്നാമത്തെ കാര്യമാണ്. 3 വസ്തുക്കളിൽ ഒന്നാമത്തെ കാര്യമാണ് ധനലക്ഷ്മി ചിത്രം. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ വാങ്ങി വെക്കുക. അതില്ലാതിരിക്കുന്നത് ദോഷമാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ശംഖാണ്. വലംപിരി ശംഖ് വാങ്ങിക്കൊണ്ടുവന്ന് നിങ്ങളുടെ പൂജാമുറിയിൽ വിളക്ക് വെക്കുന്നിടത്ത് വെക്കുക എന്ന് പറയുന്നത് അത് മഹാലക്ഷ്മി ദേവി ആ പൂജാമുറിയിൽ കുടികൊള്ളുന്നതിന് തുല്യമായിട്ടുള്ള കാര്യം. അപ്പോൾ നല്ലൊരു ശംഖും ഇതുപോലെ വാങ്ങിക്കൊണ്ടുവന്ന് നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കാം. മൂന്നാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് വടക്കോട്ട് തിരിയിട്ട് കത്തിക്കത്തക്ക രീതിയിൽ ഒരു മൺചിരാത് ലക്ഷ്മി ചിത്രത്തിൻ്റെ മുന്നിലായിട്ട് സ്ഥാപിക്കുക എന്നുള്ളതാണ്. എന്താണ് ഒരു മൺചിരാത്? നമ്മൾ കാർത്തികയ്ക്കൊക്കെ കത്തിക്കത്തില്ലേ മൺചിരാത്, അതുപോലെ നല്ല വൃത്തിയുള്ള ഒരു മൺചിരാത് വാങ്ങിക്കൊണ്ടുവന്ന് അതിൻ്റെ തിരി നീളുന്നത്, അതായത് അതിൻ്റെ വാല് വടക്കോട്ട് ദർശനമായിട്ട് ലക്ഷ്മി ചിത്രം, നേരത്തെ പറഞ്ഞ ലക്ഷ്മി ചിത്രത്തിൻ്റെ മുന്നിൽ വെച്ച് അതിൽ നെയ്യൊഴിച്ചോ എണ്ണയൊഴിച്ചോ എല്ലാ വെള്ളിയാഴ്ച തോറും കത്തിക്കുക. എല്ലാ ദിവസവും കത്തിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ ദിവസവും കത്തിക്കാൻ പറ്റുന്നവർ കത്തിച്ചോളൂ. അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ച തോറും അതിൽ എണ്ണ അല്ലെങ്കിൽ നെയ്യൊഴിച്ച് ഈ പറയുന്ന തിരി വടക്കോട്ട് നീളത്തക്ക രീതിയിലിട്ട് കത്തിക്കുക എന്നുള്ളതാണ്. ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നേടിത്തരുന്നതാണ്. ഇതാണ് ആ രണ്ടാമത്തെ കാര്യം. അപ്പോൾ ധനലക്ഷ്മി ചിത്രം, നേരത്തെ പറഞ്ഞ പോലെ ഒരു വലംപിരി ശംഖ്, കൂടാതെ വടക്കോട്ട് തിരിയിട്ട് കത്തിക്കത്തക്ക രീതിയിൽ പ്ലേസ് ചെയ്യുന്ന ഒരു മൺചിരാത്. ഇത് മൂന്നുമാണ് രണ്ടാമതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി മൂന്നാമത്തത്, നമ്മളെല്ലാവരും വീട്ടിൽ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരാ. വീട്ടിൽ വിളക്ക് കൊളുത്തുക എന്ന് പറയുമ്പോൾ ഒന്നുകിൽ വീട്ടിലെ ഗൃഹനാഥയായിരിക്കും വിളക്ക് കത്തിക്കുന്നത്, അതല്ലെങ്കിൽ പെൺമക്കളുണ്ടെങ്കിൽ കുട്ടികളായിരിക്കും കത്തിക്കുന്നത്. അപ്പം പലരും നിലവിളക്കിന് തിരി കൊളുത്താറുണ്ടല്ലേ. എന്നാൽ ഏറ്റവും ഐശ്വര്യം, വീട്ടിൽ നിലവിളക്ക് കൊളുത്താൻ ഏറ്റവും ഐശ്വര്യമുള്ള നക്ഷത്രക്കാരെ ജ്യോതിഷം പറയുന്നുണ്ട്. അതായത് ഊൺ നാളുകൾ എന്നാണ് ഈ നക്ഷത്രക്കാരെ പറയുന്നത്. ഊൺ നക്ഷത്രങ്ങൾ എന്ന് പറയും. അതായത് ഏത് മംഗളകാര്യത്തിനും അനുയോജ്യരായ 16 നക്ഷത്രങ്ങൾ. നമുക്ക് ജ്യോതിഷത്തിൽ മൊത്തം 27 നാളുകൾ അല്ലെങ്കിൽ 27 നക്ഷത്രങ്ങളാണ് ഉള്ളത്. ആ 27 നക്ഷത്രങ്ങളിൽ 16 നക്ഷത്രങ്ങളെ ഊൺ നക്ഷത്രങ്ങൾ എന്നാണ് പറയുന്നത്. ഈ ഊൺ നക്ഷത്രങ്ങളുടെ പ്രത്യേകത, ഇവർ ഏതൊരു മംഗളകാര്യം ചെയ്യുന്നതും സർവ്വ ഐശ്വര്യം കൊണ്ടുവരും എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഊൺ നക്ഷത്രങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ തന്നെ ഒരു ഊൺ നക്ഷത്രമാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിലവിളക്ക് കൊളുത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്, ഏറ്റവും ഗുണം എന്ന് പറയുന്നത്. ഊൺ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? അശ്വതി, രോഹിണി, മകയിരം, പുണർദം, പൂയം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, അനിഴം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, ഉത്രട്ടാതി, രേവതി. ഈ 16 നക്ഷത്രങ്ങളാണ് ഊൺ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഊൺ നക്ഷത്ര വിഭാഗത്തിൽപ്പെട്ടവർ വീട്ടിലുണ്ടെങ്കിൽ ഇവരെ കൊണ്ട് നിലവിളക്ക് തെളിയിക്കുക ദിവസവും. വീട്ടിലെ ഗൃഹനാഥ മാറണം അല്ലെങ്കിൽ മറ്റു നക്ഷത്രങ്ങൾ ദോഷമാണ്, മോശമാണ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഈ നാളുകാരുണ്ടെങ്കിൽ ഇത് ഊൺ നക്ഷത്രങ്ങളാണ്, ഈ നക്ഷത്രങ്ങൾക്ക് ഫലസിദ്ധി പെട്ടെന്നാണ്, അധികമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവർ വിളക്ക് കൊളുത്തുന്നത് കുറച്ചും കൂടി നല്ലതാണ് എന്നുള്ളതേ ഉള്ളൂ. മറ്റു നക്ഷത്രങ്ങൾ ദോഷമാണെന്നോ മോശമാണെന്നോ ഞാൻ എവിടെയും പറയത്തില്ല, പറഞ്ഞിട്ടുമില്ല. അപ്പം തീർച്ചയായിട്ടും ഈ നാളുകാരുണ്ടെങ്കിൽ ഇവരെ പ്രയോറിറ്റൈസ് ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ അപേക്ഷ. അപ്പം ഇതാണ്, ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തു നോക്കേണ്ടത്. ചെയ്തു നോക്കൂ. സത്യസന്ധമായിട്ട് പറയുന്നു, ഫലം കിട്ടും, നന്നായി വരും. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അധ്യായം അവസാനിപ്പിക്കുന്നു. നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.